ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു മറക്കാനാവാത്ത ഒരു 3 സംഭവങ്ങൾ, ഒന്നെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് അയക്കുന്ന ഒന്ന്, ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും കരഞ്ഞേക്കുന്ന ഒന്ന്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേക്കുന്നത് അല്ലെങ്കിൽ പ്രൗഡ് അയക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റും ചേട്ടാ? ഞാനാണോ പറയണ്ടേ? ഏറ്റവും കൂടുതൽ പേടിച്ചതും സങ്കടപ്പെടുത്തിയതും എനിക്ക് കോവിഡ് വന്ന് ഭയങ്കര സീരിയസ് ആയി പോയിരുന്നു. കൈവിട്ട് പോയതാണ്, കംബാക്ക് ആയിരുന്നു. കൊണ്ടുവന്നതും ചേട്ടൻ തന്നെയാണ്, പോവാൻ പോയതും ഞാൻ തന്നെയാണ്. പിന്നെ അത് ഏറ്റവും സന്തോഷം അഫ്കോഴ്സ് ഈ എന്താ പറയണേ, പ്രൗഡ് എന്ന് തോന്നിയതൊക്കെ ഈ വെറുതെ അല്ല ഭാര്യ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വന്നപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നുമ്പോഴുള്ള സംഭവങ്ങളാണ്. അതുമേന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണു, പരസ്യങ്ങൾ ചെയ്യണത് വെറുതെ അല്ല. ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ആഡ് വന്നു. ധാത്രി എന്ന് പറയണേ, അത് നല്ല പ്രൊഫഷണൽ ആയിട്ട് അവർ വന്ന്, അത് നമ്മുടെ വീട്ടിൽ വന്ന് അവരെടുത്ത ആഡ് നല്ല രസമായിരുന്നു. അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ നമ്മുടെ ഫസ്റ്റ് സിനിമയിലേക്കുള്ള വിളി വന്നു ആ സമയത്ത് തന്നെ ചെയ്യുമ്പോ തന്നെ. പക്ഷെ അപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ റീൽസ് എടുത്ത് തുടങ്ങിയത്. ഇവിടെ വീട്ടിൽ ഇങ്ങനെ കുറേ നാളിരുന്നപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തെ ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴേ അതൊരു അംഗീകാരമാണത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു മക്കള് നന്നായിട്ട് ചെയ്യുന്നു, നിങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് അതിന്റെ രസം എന്നൊക്കെ പറയുമ്പോൾ. കാരണം പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുറത്ത് വെച്ച് കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഇതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതൊരു വലിയ കാര്യമാട്ടോ. കാരണം ഞങ്ങളൊന്നും ഒരിക്കലും വിളിച്ചാൽ ഞങ്ങളുടെ കൂടെ മക്കൾ വരാറില്ല. ഞങ്ങൾ പറയുന്ന ഇങ്ങനെ ഈ രീതിയിലുള്ള റീൽസിന് നിൽക്കുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കാറില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രൗഡായിട്ട് തോന്നാറുണ്ട്.